പ്രൈസ് ദി ലോർഡ്. ഇന്നലെ നമ്മൾ ചിന്തിച്ചതിൻ്റെ ബാക്കി ഭാഗം ഇന്ന് മോർണിംഗ് മന്നായിലൂടെ നമ്മൾ ചിന്തിക്കാൻ പോവാം. ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് അഭിഷേകമുള്ളവന് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ദൈവശബ്ദം കേൾക്കുന്നതിന് ഭയങ്കര ഉറപ്പുണ്ടെന്ന് ഉള്ളതാണ്. മീകായാവിൻ്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ആ ഭാഗം എങ്ങനെ പര്യവസാനിച്ചു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അടുത്തുള്ള വാക്യങ്ങൾ 28 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ അതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ്. ആമേൻ. ഈ യഹോഷഫാത്തിനെ രാജവസ്ത്രം ധരിപ്പിച്ചിട്ട് ഈ ആഹാബ് ചെയ്യുന്നൊരു വലിയൊരു ചതിയുണ്ട് കേട്ടോ. എന്നാൽ ഈ പൊട്ടന് ഇത് മനസ്സിലാവുന്നില്ല. യഹോഷഫാത്ത് എന്ന് പറയുന്ന ഈ രാജാവിന് ഇത് മനസ്സിലാകുന്നില്ല. എന്നെ രാജവസ്ത്രം ധരിപ്പിച്ച് എന്തിനാണെന്ന് അവൻ ചിന്തിക്കേണ്ടേ? എന്നെ മുൻനിരയിലേക്ക് നിർത്തുന്നത് എന്തിനാണെന്ന് ചിന്തിക്കേണ്ടേ? അഥവാ ആമേൻ ഈ ദൂത് വല്ലതും നടക്കുവാന്ന് യഹോഷഫാത്തിൻ്റെ നെഞ്ചത്തോട്ടം കേറട്ടെന്ന് പറയും ചതിയൻ. നോക്കിയേ, ഉണ്ടോ? പ്രിയ ദൈവമക്കളെ, മനസ്സിലായിക്കോണം. ചിലതിനൊക്കെ നമ്മൾ കൂട്ടു നിൽക്കുമ്പോൾ ലാസ്റ്റ് നമ്മൾ തിരിഞ്ഞു കൊത്താൻ സാധ്യതയുണ്ട്. അതാ ഞാൻ പറഞ്ഞു ഇന്നലെ, ദൈവഹിതമില്ലാത്ത ഒന്നിനും ഒരു കാര്യത്തിനും ഞാൻ നിങ്ങൾ കൂട്ടു നിൽക്കരുത്, ഞാൻ നിങ്ങൾ പോവരുത്, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പി. നോക്കി ഈ വിഷയം. അവൻ വെറും സാധാ വസ്ത്രം ധരിച്ച് ഒരു പടയാളിയാണ്. അപ്പോൾ ആരും കണ്ടാൽ മൈൻഡ് തോന്നരുത്, മൈൻഡ് ചെയ്യരുത്. രാജാവിനെ മാത്രം എന്ത് ചെയ്യണം? പക്ഷേ ആ ശത്രുക്കൾ എന്ത് ചെയ്തേക്കുക? അവർ പറഞ്ഞിരിക്കുന്നുണ്ടോ? നോക്കിയേ 30-ാമത്തെ വാക്യം. എന്നാൽ അരാം രാജാവ് തൻ്റെ രഥനായകന്മാരോട്, നിങ്ങൾ ഇസ്രായേൽ രാജാവിനോട് മാത്രമല്ലാതെ ചെറിയവരോടോ വലിയവരോടോ യുദ്ധം ചെയ്യരുത് എന്ന് കൽപ്പിച്ചു. ആകയാൽ രഥനായകന്മാർ യഹോഷാഫാത്തിനെ കണ്ടപ്പോൾ ഇവൻ തന്നെ ഇസ്രായേൽ രാജാവ് എന്ന് പറഞ്ഞ് അവനോട് പൊരുതുവാൻ തിരിച്ചു. എന്നാൽ യഹോഷാഫാത്ത് നിലവിളിച്ചു, യഹോവ അവനെ സഹായിച്ചു, അവനെ വിട്ടുപോകുവാൻ ദൈവം അവർക്ക് തോന്നിച്ചു. അവൻ ഇസ്രായേൽ രാജാവല്ല എന്ന് രഥനായകന്മാർ കണ്ടിട്ട് അവർ അവനെ പിന്തുടരാതെ മടങ്ങിപ്പോയി. എന്നാൽ ഒരുത്ത യാദൃശ്യ വില്ല് കൊലച്ച് ഇസ്രായേൽ രാജാവിനെ കവചത്തിനും പതക്കത്തിനും ഇടയ്ക്കെയ്തു. അവൻ തൻ്റെ സാരഥിയോട്, നിന്റെ കൈ തിരിച്ച് എന്നെ പടയിൽ നിന്ന് കൊണ്ടുപോകുക, ആമേ, ഞാൻ കഠിനമായി മുറിവേറ്റിരിക്കുന്നെന്ന്. അന്ന് പട കഠിനമായി തീർന്നതുകൊണ്ട് ഇസ്രായേൽ രാജാവ് സന്ധ്യ വരെ അരാമിയർക്കെതിരെ രഥത്തിൽ നിവർന്നു നിന്നു. സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് അവൻ മരിച്ചുപോയി. കണ്ടോ? ഈ രഥനായകന് വേണം ഇവനെ തിരിച്ച് ഇസ്രായേലിലേക്ക് കൊണ്ടുപോയി എന്ത് ചെയ്യാം? പെട്ടെന്ന് ചികിത്സ ചെയ്യാം. ശവം പോലും എന്ത് ചെയ്തില്ല, അവനെ നിവർത്തി അങ്ങ് നിർത്തിയിട്ട് സന്ധ്യ വരെ അങ്ങനെ നിർത്തി ആ പടയിൽ. കണ്ടോ? ദൈവത്തിൻ്റെ പ്രവൃത്തി 2 ഇടത്ത് കാണാൻ പറ്റും. പ്രിയ ദൈവ പൈതലേ, നീ യഥാർത്ഥമായിട്ട് ദൈവത്തെ സേവിക്കുന്ന ദൈവ പൈതലാണെങ്കിൽ അറിയാതെ ചില ചതിപ്രയോഗങ്ങളിൽ നീ അകപ്പെട്ടാലും നിൻ്റെ ദൈവം നിന്നെ സംരക്ഷിക്കും. പക്ഷെ ഒരു കാര്യം ചെയ്യണം, നിലവിളിക്കും. യഹോഷഫാത്ത് ചെയ്ത കാര്യം കണ്ടോ? നിലവിളിച്ചു. ഇസ്രായേൽ രാജാവിന് ഡ്രസ്സൊക്കെ ധരിച്ചു. പക്ഷേ ആ രഥനായകന്മാർ വന്ന് അവനെ വട്ടം കൂടിയപ്പോൾ അന്നേരം മനസ്സിലായി ആഹാബ് ചെയ്തത് ചതിയായിരുന്നെന്ന്. അവനങ്ങ് നിലവിളിച്ചപ്പോൾ എല്ലാവരും എന്ത് ചെയ്യും? യഹോവ അവനെ സഹായിച്ചു. കണ്ടോ? ഏത് പ്രതിസന്ധിയുടെ മുൾമുനയിലും എന്നെ നിന്നെ സഹായിക്കുന്ന ഒരു കരമുണ്ട്. ആ കരം കാൽവറിയിലെ കരമാകട്ടോ. ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. എന്നിൽ വിശ്വസിപ്പി. നിൻ്റെ പ്രതിസന്ധികളുടെ നടുവിൽ ഞാൻ നിന്നെ സഹായിക്കാം, നിൻ്റെ വേദനയുടെ നടുവിൽ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം എന്ന് പറയുന്നൊരു കരം ഇന്നും എനിക്കും നിങ്ങൾക്കും അനുകൂലമായിട്ടുണ്ടെന്നേ. ധൈര്യമായിട്ടിരിക്കുക. കർത്താവിൻ്റെ വിടുതലിൻ്റെ കരം ഈ ദിവസങ്ങളിൽ നമുക്ക് വേണ്ടി നീട്ടാൻ പോവാ. മീകായാവ് പറഞ്ഞ പ്രവചനം നടന്നോ? ആമേൻ, ആമേൻ, ഹല്ലേലൂയ. വേറെ പ്രച്ഛന്നവേഷമൊക്കെ ധരിച്ച് ആഹാവ് പോയിട്ടും അവൻ്റെ ദേഹത്ത് അമ്പ് കൊണ്ടോ? ഇത് ദൈവത്തിൻ്റെ ന്യായവിധിയാ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നമുക്കാർക്കും ചതി വേണ്ട, നമുക്കാർക്കും കപടത വേണ്ട, കപടയാത്മീയം നമുക്ക് വേണ്ട, അഭിനയ ജീവിതം നമുക്ക് വേണ്ട. യഹോഷഫാത്തിനെ പോലെ ദൈവത്തെ പ്രസാദിപ്പിക്കാം. അറിയാതെ ആ ചതിയിൽ അവൻ അകപ്പെട്ടെങ്കിലും ഒന്ന് നിലവിളിച്ചപ്പോൾ ദൈവം അവനെ സഹായിച്ചില്ലേ? ആഹാവ് നിലവിളിച്ചോ? ഇല്ല, അവന് നിലവിളിക്കുക ഈസബേലിൻ്റെ വ്യാപാരങ്ങളെ ഉള്ളു കൂടെ, ബാലിൻ്റെ ശക്തികളെ ഉള്ളു കൂടെ. യഹോവയോട് അവൻ നിലവിളിച്ചാൽ നടക്കുകയില്ല. ഈ ദിവസങ്ങളിൽ നമ്മുടെ ദൈവം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവമാണ്. അനാദികാലം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന് ഹല്ലേലൂയ ജീവ ആരംഭമില്ല, ജീവ അവസാനമില്ല. ആമേൻ. അവൻ ദൈവപുത്രന് തുല്യനായെന്ന് മൽക്കീസേദെക്കിനെ കുറിച്ച് പറയുന്നത് പോലെ. ഹല്ലേലൂയ. കർത്തൃകരങ്ങളിൽ നമുക്കൊന്ന് ഏൽപ്പിക്കാം. മീകായാവിൻ്റെ ദൈവിക കോൺഫിഡൻസ് അവന് വിജയം കൊണ്ടുവന്നു കേട്ടോ. ദൂതുപോലെ നടന്നു. ഞാൻ ഉറപ്പായിട്ട് വിശ്വസിക്കുന്നു. പിന്നീടുള്ള ചരിത്രം എന്തോ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നില്ല. പക്ഷേ ഹല്ലേലൂയ, ഒരു ദൈവികമായ ഒരു അനുഭവമായിട്ട് നമുക്കതിനെ കാണാം.
കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവേ, ഇടപെട്ട ദൂതിന് മുമ്പിൽ ഞങ്ങളെ ഒരുമിച്ച് സമർപ്പിക്കുകയാണ്. ഈ സന്ദേശം ഞങ്ങളെ കണ്ണുകളെ തുറക്കുന്നതായി മാറട്ടെ. ആരെയും ഞങ്ങൾ ചതിക്കാൻ ഇടയാകരുത്. ആരുടെയും ചതിപ്രയോഗം ഞങ്ങളും അകപ്പെടാനായിട്ട് ഇടയാകരുത്. ആരെയും ചതിക്കുവാൻ ഞങ്ങൾ ഇടയാകരുത്. ആരുടെയും ചതിക്കുഴികളിൽ ഞങ്ങൾ വീഴുവാൻ ഇടയാകരുതെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നപ്പായേ. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരുടെ മേലും ആ ഒരു പുതപ്പിട്ടാട്ടെ. ഈ മെസ്സേജ് ആരിലൂടെയൊക്കെ കൈമാറുന്നു അവർക്കെല്ലാം അതിൻ്റെ കൃപ വ്യാപരിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.